അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഗോഡ് ഓഫ് തണ്ടറായ തോറ് തന്റെ കോസ്മിക് പവേഴ്സിനെ ഒബ്റ്റെയിൻ ചെയ്യാനും ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാനും ഗലാക്ടസിന്റെ സെർവന്റ് അല്ലെങ്കിൽ ഹെറാൾഡ് ആയിട്ട് മാറുമെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. MCUവിൽ എങ്ങനെയാകാം തോറ് ഗലാക്ടസിന്റെ ഹെറാൾഡ് ആയിട്ട് മാറുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ തോറ് മരിക്കുമെന്നും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ തോറ് തന്റെ പവർഫുൾ വേർഷനായ റൂൺ കിങ് തോർ ആയിട്ട് തിരിച്ചെത്തുമെന്നാണ് ഇതുവരെയുള്ള റൂമേഴ്സിലൂടെ നമുക്ക് അറിയുവാൻ സാധിച്ചത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ മൾട്ടിവേഴ്സുകളെല്ലാം നശിക്കപ്പെടുമെന്നും ഇൻകർഷൻസ് ഉണ്ടായിട്ട് വേൾഡ്സ് എല്ലാം കൊളൈഡ് ചെയ്യുമെന്നുമാണ് പറയപ്പെടുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലറിൽ ഒരു എനിമിയെ കൂടെ ഡിഫീറ്റ് ചെയ്യാൻ തനിക്ക് ശക്തി തരണമേ എന്ന് തോറ് തന്റെ ഫാദറായ ഓഡിനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൽ മാർവൽ സ്റ്റുഡിയോസ് ഗലാക്ടസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ തന്റെ മകളായ ലവിനെയും മൾട്ടിവേഴ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിക്കുന്നതിന് പകരം തോറ് മറ്റൊരു ത്യാഗമാകാം സ്വീകരിക്കുക. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ മരിക്കുന്നതിന് പകരം ഗലാക്ടസിന്റെ ഹെറാൾഡായി മാറുന്നതോടെ തോറ് കോസ്മിക് തോർ ആകുമെന്ന്. ഒരുപക്ഷെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടെങ്കിൽ അതിലാകാം റൂൺ കിങ് തോറിനെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറി മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറി കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം.